Hey, hello guys, it's me, VazhiPokkan. ഇന്നത്തെ പരിപാടി ഹീറോ എക്സ്പൾസ് റാലി പ്രോവിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഞാൻ ഈ ഒരു വണ്ടി ഇപ്പോൾ 4000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടിച്ച ഒരു അനുഭവത്തിലുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ ആട്ടോ. ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ കാണില്ല. അതിനൊക്കെ വേറെ വീഡിയോസ് ഉണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ, ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിയുടെ പ്രോൺസും കോൺസും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. വണ്ടിയിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളിലൊന്നാണ് ഈ ചെളി തെറിക്കുന്ന സംഭവം. അത് ഞാൻ വഴിയെ പറയാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ വെർഷനിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റാണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് ഒരു ഭീകര മാറ്റമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വെർഷനൊക്കെ നൈറ്റ് ഓടിച്ച് നോക്കിയപ്പോൾ ഒട്ടും വെട്ടമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഹെഡ്ലൈറ്റിൽ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈ ബീം ഇടുമ്പോൾ മാനത്തേക്കാണ് അടിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വലിയ സീനില്ല, കാരണം ലോ ബീം അത്യാവശ്യം അടിപൊളിയായതുകൊണ്ട് ഞാൻ ലോ ബീം ഇട്ട് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. ഹൈ ബീം അങ്ങനെ ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടത്തുള്ളൂ. അതുകൊണ്ട് സീനൊന്നുമില്ല. ഹെഡ്ലൈറ്റ് കാണാനും അടിപൊളിയാണ്, DRLൊക്കെ ഉണ്ട്. എങ്കിലും എനിക്കൊരു HJGയുടെ മിനി ഡ്രൈവ് വാങ്ങിച്ച് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അതാകുമ്പോൾ യെല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും, നൈസായിരിക്കും. പിന്നെ ഈ ഒരു വൈസർ വന്നപ്പോൾ വണ്ടി കുറച്ചും കൂടെ ലുക്കായിട്ടോ, പഴയത് വെച്ച് നോക്കുമ്പോൾ നൈസായിട്ടുണ്ട്. പിന്നെ എക്സ്പൾസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ഗാർഡ് വരുന്നുണ്ട്. അത് ഞാൻ മാറ്റിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹാൻഡ് ഗാർഡ് കയറ്റിയൊക്കെ കേട്ടോ. ആ ഒരു ഹാൻഡ് ഗാർഡ് മുമ്പത്തെ വെർഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ലതാണ്. എന്നാലും അതൊരു ഫുൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സംഭവം കേട്ടോ, മെറ്റലൊന്നുമല്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ഹാൻഡ് ഗാർഡ് കിട്ടിയത്. ഇതും വലിയ സീനൊന്നും ഇല്ല, ഒരു മീഡിയം ലെവൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഒരു 2-3 വീഴ്ചയൊക്കെ തടഞ്ഞിട്ടുണ്ട്. ലിവറിനും കൈക്കും ഒന്നും പറ്റാതെ രക്ഷിച്ചിട്ടുണ്ട് ഈ സാധനം. അതുകൊണ്ട് അതും വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം, അതാ ഈ ഒരു ഈ ഒരു ബീക്ക് ഹൈറ്റ് കുറവായിരുന്നു. ഞാനിത് ഹൈറ്റ് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പൊക്കി വെച്ചതിൻ്റെ ദോഷങ്ങളായി കാണുന്നത് ഫുള്ള് ചെളിയാണ്. ഹെഡ്ലൈറ്റിൽ ചെളി, നമ്പർ പ്ലേറ്റിൽ ചെളി, ഈ വൈസറിൻ്റെ മുകളിൽ വരെ ചെളിയുണ്ട് കണ്ടോ. അതിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയുണ്ട്. അത് വണ്ടി സ്റ്റോക്ക് വരുന്ന രീതിക്ക് താത്ത് വെക്കുകയാണെങ്കിൽ ഇത്ര ചെളി അടിക്കത്തില്ല, എങ്കിലും ചെളി തെറിക്കും. സ്റ്റോക്ക് രീതിയിൽ വെക്കുകയാണെങ്കിൽ ചെളി തെറിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ് ഈ ഒരു എക്സ്പൾസിൻ്റെ. ഇതിപ്പോൾ ഞാൻ പൊക്കി വെച്ചേക്കുക, അതുകൊണ്ടാണ് ഇത്രയും ചെളി അടിക്കുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടെ ഫുള്ള് ചെളിയാണ്. അതേപോലെ നമ്മുടെ മുട്ടിൻ്റെ ഈ ഭാഗത്തും ചെളി അടിച്ച് തെറിക്കുന്നുണ്ട്. ഇത് താത്ത് വയ്ക്കുകയാണെങ്കിൽ അത് ഒരു ഏകദേശമൊക്കെ കുറഞ്ഞ് കിട്ടും. പക്ഷേ ഞാനത് ഇതുവരെ താത്തിട്ടില്ല, കാരണം അതങ്ങനെ വെച്ചാലേ വണ്ടിയുടെ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. അത് താത്ത വണ്ടിയുടെ ഒരു കുറച്ച് ലുക്ക് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് വെള്ളം നനച്ച് തുടയ്ക്കണമെന്നുള്ളൊരു മെനക്കേട് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു എക്സ്പൾസിലൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ പറ്റിയിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. ഞാൻ ഈ വണ്ടിയിൽ മാറ്റിയേക്കുന്നത് ഈ ഒരു മിറർ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മിറർ ഞാനിപ്പോൾ ഹോണ്ട ഷൈനിൻ്റെ മിററാട്ടോ വെച്ചേക്കുന്നത്. മറ്റേ എക്സ്പൾസിൽ സ്റ്റോക്കായിട്ട് വരുന്ന മിററും നൈസ് മിററാണ്, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഹാൻഡിൽ ബാർ കഴിഞ്ഞിട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ വണ്ടിയൊക്കെ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ, ഓഫ് റോഡൊക്കെ പോകുമ്പോൾ വീഴുകയാണെങ്കിൽ അതിൽ വന്ന് ഇടിച്ചിട്ട് മടങ്ങിപ്പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒടിഞ്ഞു പോകാനും കാര്യങ്ങളൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷൈൻ്റെ മിറർ കയറ്റിയേക്കാം. അല്ലാതെ നോക്കുകയാണെങ്കിൽ ആ ഒരു മിറർ ഒരു സീനും ഇല്ല, നല്ല മിററാണ്, അടിപൊളി നല്ല വിസിബിലിറ്റിയൊക്കെ ഉള്ള മിററാട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഗഡാഗിടീനായ സസ്പെൻഷൻ ഉണ്ട് കേട്ടോ. എന്നാ ലുക്കാ. ഇത് ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആട്ടോ. ഇതിനെ പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ സൈഡ് വ്യൂവിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഹൈറ്റിൻ്റെ സസ്പെൻഷൻ വന്നുകൊണ്ടുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളൂ നോർമൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക്സും ഈ ഒരു കളറൊക്കെയാണ് കേട്ടോ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഈ റാലി എടുത്തത്. അടിപൊളി. മറ്റേലൊന്നും വരുന്നില്ലല്ലോ, നോർമൽ എഡിഷനിൽ ഈ ഒരു കളർ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റാലി എടുത്തത് കേട്ടോ.
പിന്നെ അതേപോലെ ബേക്കിലത്തെ ടെയിൽ ഫുള്ളായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇരിക്കുന്നത് ഒരു എൻഡൂറോ ടെയിലാട്ടോ. ഇത് വെക്കുമ്പോഴും വണ്ടി വേറൊരു ലുക്കാവും, വണ്ടി ഒരു കറക്റ്റ് ഒരു ഡേർട്ട് ബൈക്ക് പോലെ ആവും കേട്ടോ. എനിക്ക് ഈ എക്സ്പൾസ് നോർമലായാലും റാലിയിലായാലും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആ ഒരു വണ്ടിയുടെ ടെയിൽ പോർഷൻ. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത ആ ഒരു ദിവസം തന്നെ പോയി അത് കട്ട് ചെയ്ത് ഈ ഒരു ടെയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കേട്ടോ. വേറെ ലുക്കായി ഈ ഒരു സാധനം വെച്ചാൽ. ഇതിന് പ്രശ്നമുണ്ട്, ഇതിലും ഫുള്ള് ചെളി കറിക്കും. ഒരു ചെറിയ വെള്ളം കിടക്കുന്ന സ്ഥലത്തൂടെ വണ്ടി ഓടിപ്പോയാലും ബേക്കിരിക്കുന്ന ആളുടെ മുഖത്ത് ചെളി കറിക്കും കേട്ടോ. അതൊരു വമ്പൻ സീനാണ്. പക്ഷേ ഈ ഒരു ലുക്ക് ഇങ്ങനെ ആവുന്നതുകൊണ്ട് മാത്രം ഞാൻ അത് മാറ്റിയിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, ഈ ഒരു വണ്ടിയിലിരുന്ന് പോകാൻ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, വണ്ടി റൈഡ് ചെയ്യാൻ എങ്ങനെയുണ്ട്, റൈഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ. ഈ ഒരു സാധനത്തിനെ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലിരുന്ന് എങ്ങനെ പോകുന്നോ അതേപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലിരുന്ന് പോകാൻ കേട്ടോ. വേറെ ലെവലാണ്, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി ഓടിക്കാനും എല്ലാത്തിനും. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കേട്ടോ. ആ ആനയുടെ മുകളിലിരുന്ന് പോകുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സ്പൾസ് റാലിയുടെ മുകളിലിരുന്ന് പോകാം. ഒരു പ്രത്യേക ഫീലാണ്. നമ്മളിങ്ങനെ പൊങ്ങിയിരുന്ന് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. നമുക്ക് അത്യാവശ്യം പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂവും കിട്ടും. എല്ലാവരും നമ്മളെ നോക്കും. വണ്ടി ഭയങ്കര ഐ ക്യാച്ചിങ് ആണ്. വണ്ടി എവിടെ കൊണ്ട് വെച്ചാലും ഈ വണ്ടിയിൽ ഒരാളെങ്കിലും നോക്കാതിരിക്കത്തില്ല കേട്ടോ. വണ്ടി ഒരുപാട് പേര് നോക്കും. ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും, ഇതേതാ വണ്ടി. ഇത് എൻ്റെ അടുത്തൊക്കെ ഒരുപാട് പേര് വന്നു, ഇത് ഹിമാലയൻ അല്ലേ, ഇതെന്താ ഇത്ര പൊക്കം, ഹിമാലയൻ ഇത്ര പൊക്കമുണ്ടോ. അവർക്കറിയത്തില്ല ഹീറോ ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ടെന്ന്. എക്സ്പൾസ് ഉണ്ടെന്നറിയാം, പക്ഷേ ഇത്ര പൊക്കം കണ്ടിട്ട് അവർ ഞെട്ടി പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ വണ്ടിയെ കുറിച്ച് അധികം അറിയാത്തവരൊക്കെ ആയിരിക്കും ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഈ ഒരു ഫ്രണ്ട് സസ്പെൻഷനും ഈ ഒരു ബേക്കിലത്തെ സസ്പെൻഷനും കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ നോർമൽ എക്സ്പൾസ് ഓടിച്ചിട്ട് ഈ ഒരു എക്സ്പൾസ് ഓടിക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും ഈ ഒരു സസ്പെൻഷൻ എത്ര ഗുണം ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. അടിപൊളി. നമ്മളൊരു ഓഫ് റോഡൊക്കെ കയറി പോകുമ്പോൾ ജെറ്റിട്ടൊക്കെ പോകുമ്പോൾ ഒന്നും അറിയില്ല. എണീറ്റിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഒന്നും അറിയാതെ നമുക്ക് സുഖമായിട്ട് പോകാൻ കേട്ടോ. അടിപൊളി സസ്പെൻഷനാണ് ഇതിൻ്റെ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന്. മൈലേജ് എനിക്കൊരു 40 to 45 ആട്ടോ മൈലേജ് കിട്ടുന്നത്. ചിലവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഇതെന്താ ബ്രോ, ചിലവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പറയുന്നത് എനിക്ക് 30 മൈലേജ് കിട്ടുന്നുള്ളൂ, ചിലവർ പറയുന്നത് എനിക്ക് 60 മുകളിലും കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അതെങ്ങനെയാണ് ബ്രോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മൈലേജ് കുറയാൻ വണ്ടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് കാര്യം ഇതായിരിക്കുന്ന 2 എണ്ണം. നിങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൈലേജ് കുറയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വണ്ടിയുടെ ടയറിൽ 2 ടയറിലൊക്കെ കാറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈലേജ് കുറയും. അതേപോലെ തന്നെ ചെയിന് ടൈറ്റായാലും ഓർ ലൂസായാലും ചെയിൻ കറക്റ്റ് ലൂബ് ചെയ്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയും കേട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മൈലേജിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വണ്ടിയിൽ റാലി സീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. റാലി സീറ്റ് വെക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോർമൽ സീറ്റ് വെക്കുന്നതിനെക്കാട്ടി അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടാണ് റാലി സീറ്റ് വെക്കുമ്പോൾ. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടും ഈ ഒരു റാലി സീറ്റ് വെക്കുകയാണെങ്കിൽ. നോർമൽ സീറ്റ് ആണെങ്കിൽ ഏകദേശം ഇത്രേ കാണത്തുള്ളൂ, റാലി സീറ്റ് വെക്കുമ്പോൾ ഇത്രയും കൂടെ കൂടും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സാധാരണ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ റാലി സീറ്റ് മാറ്റിയിട്ട് നോർമൽ സീറ്റ് വെച്ചാൽ പോകുന്നത്. കാരണം ഓഫ് റോഡ് പോകുമ്പോൾ നമ്മളെപ്പോഴും കാല് തറയിൽ കുത്തുമല്ലോ. അപ്പോൾ ഈ റാലി സീറ്റ് വെക്കുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് കാല് എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ സീറ്റ് വെച്ചിട്ടാണ് ഓഫ് റോഡൊക്കെ പോകുന്നത്. ഓഫ് റോഡ് പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നോർമൽ സീറ്റ് മാറ്റി ഈ ഒരു റാലി സീറ്റ് വയ്ക്കും കേട്ടോ. എനിക്ക് അല്ലാതെ നോർമൽ റോഡിൽ ഓടിക്കാനും സിറ്റിയിൽ ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ വലിയ സീനില്ല. ഒരു കാല് കുത്തിയിട്ട് നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. എൻ്റെ ഹൈറ്റ് 175 സെൻറ്റിമീറ്ററാണ്. അത്യാവശ്യം എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ച് പാടായിരുന്നു, പിന്നെ വണ്ടി ഓടിച്ചൊന്ന് ലെവലായപ്പോൾ എല്ലാം സെറ്റായി.
പിന്നെ നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഈ ഒരു ബൈക്ക് എടുക്കരുത്. നിങ്ങൾക്കൊരു 175 സെൻറ്റിമീറ്ററിന് താഴേക്കാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അതിന് മുകളിലോട്ടാണെങ്കിൽ വലിയ സീൻ വരത്തില്ല. അപ്പോൾ ഞാൻ 175 ആണ്, എനിക്ക് അത്യാവശ്യം സീനില്ലാതെയൊക്കെ വണ്ടി ഓടിക്കാം. അതിന് താഴോട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വണ്ടി എടുക്കാവുള്ളൂ കേട്ടോ. ഷോറൂമിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വളരെ കുറവാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെതോ ആരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു അടിപൊളിയായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുന്നുണ്ട്. ഒരു ക്രേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടി ഓടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ചിട്ട് വണ്ടി എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതൊരു വേറെ ലെവൽ വണ്ടിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ എക്സ്പൾസ് എടുക്കണോ റാലി എടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു ഇതൊരു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാലെത്തുന്നതിൻ്റെ പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ റാലി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ ഒരു സസ്പെൻഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഈ ഒരു വണ്ടീനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ടാവും, അതിൽ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.